ഇടുക്കി നെടുങ്കണ്ടത്ത് ജപ്തി നടപടികൾക്കിടെ വീട്ടമ്മ ആത്മഹത്യ ചെയ്യാനിടയായതിൽ വിശദീകരണവുമായി സൗത്ത് ഇന്ത്യൻ ബാങ്ക്. ജീവനൊടുക്കിയ ഷീബയ്ക്ക് കുടിശ്ശിക ഉണ്ടായിരുന്നില്ലെന്നും മറ്റൊരാളാണ് വീഴ്ച വരുത്തിയതെന്നുമാണ് ബാങ്കിന്റെ വിശദീകരണം. അതേസമയം ബാങ്കിനെതിരെ പ്രതിഷേധവും ശക്തമാവുകയാണ്. ഷീബ ദിലീപ് ഇപ്പോൾ താമസിക്കുന്ന വീടിന്റെ ആദ്യത്തെ ഉടമയാണ് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ നെടുങ്കണ്ടം ശാഖയിൽ നിന്ന് ആധാരം പണയപ്പെടുത്തി ലോൺ എടുക്കുന്നത്. 2015 അത്. 25 ലക്ഷം രൂപയുടെ ലോൺ 2018 കുടിശ്ശികയായി. ഇതോടെ ബാങ്ക് ജപ്തി നടപടി ആരംഭിച്ചു. ഈ കാലയളവിലാണ് വായ്പക്കാരൻ വീടും സ്ഥലവും ഷീബയ്ക്കും കുടുംബത്തിനും കൈമാറുന്നത്. ആധാരപ്രകാരം ഷീബയ്ക്ക് ബാങ്കുമായി പണ ഇടപാടുകളില്ല എന്നാണ് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ വിശദീകരണം. 2023 ജപ്തി നടപടികളുമായി മുന്നോട്ടു പോകാൻ കോടതി അഡ്വക്കേറ്റ് കമ്മീഷണറെ ചുമതലപ്പെടുത്തിയിരുന്നു. കമ്മീഷണറുടെ നേതൃത്വത്തിൽ ജപ്തി നടപടികൾ പുരോഗമിക്കുന്നതിനിടെയാണ് ഷീബ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ വൈകിട്ടായിരുന്നു മരണം. പ്രതിഷേധ സാധ്യതകൾ കണക്കിലെടുത്ത് ബാങ്കിന് പോലീസ് സുരക്ഷ ഏർപ്പെടുത്തി. 24 ഇടുക്കി.